ഊക്കുവാണോ പ്രോത്സാഹിപ്പിക്കണോ? പ്രോത്സാഹനം മാത്രമല്ല, നിങ്ങൾ കണ്ടിട്ട് അങ്ങനെയല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാണുന്ന പ്രേക്ഷകർക്ക് അങ്ങനെയല്ല ഒരിക്കലും. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ സഹോദരനാണ്. ഒരു കഴിവില്ല എന്നുള്ളത് ആറാട്ടനാണോ പറഞ്ഞു? ആറാട്ടന്റെ കഴിവുണ്ടെങ്കിലല്ലേ മുമ്പിലെ മോഹൻലാലിന്റെ ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന പമ്പടി ചോദിച്ചാൽ അറിയാം. പമ്പേനോട് ചോദിക്കണോ AJP-നെ കുറിച്ച്? ചോദിക്കട്ടെ, കാരണം പമ്പയായിട്ടാണ് കൂടുതൽ. ഓക്കെ ഓക്കെ, അട്ടായം പറയൂ, എങ്ങനെയുണ്ട് AJP? പിന്നെ ഇന്ന് നാടക്കാട് പടം വന്നില്ല, നാടക്കാട് അതിന് കഥ പെരേരേനെ ഉദ്ദേശിച്ചാണ് ചെയ്തതെന്ന് അറിയില്ല. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കൂടെ നടന്ന് AJP-നെ ഊക്കുവാണോ പ്രോത്സാഹിപ്പിക്കണോ? പ്രോത്സാഹനം മാത്രമല്ല, നിങ്ങൾ കണ്ടിട്ട് അങ്ങനെയല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാണുന്ന പ്രേക്ഷകർക്ക് അങ്ങനെയല്ല ഒരിക്കലും. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ സഹോദരനാണ്. നമ്മൾ പൊക്കിക്കൊണ്ട് വരാനുള്ള ശ്രമത്തിലാണ്. പൊക്കി താഴെ ഇടില്ല, എന്നാലും ചെറുതായിട്ട് പലരും നമ്മളോടൊപ്പം വിട്ടുപോയെങ്കിലും വിട്ടുന്നവർ മരിച്ചു പോയെന്നല്ല. ദിലീപേട്ടന്റെ കരിയറിലെ ഒട്ടുമിക്ക വേഷങ്ങളും AJP ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇനി ഏതെങ്കിലും വേഷം വിട്ടുപോയിട്ടുണ്ടോ? ഇനിയുണ്ടല്ലോ, ഇനിയിപ്പോ മറ്റേ ശാന്തമുട്ട് CD മൂസ. അയ്യോ, ശാന്തമുട്ട് ചെയ്യുന്നുണ്ടോ? അത് ഒരാൾക്ക് റീമേക്ക് പോലും ചെയ്യാൻ പറ്റാത്ത സംഭവം. ഒരാൾക്ക് റീമേക്ക് പോലും ചെയ്യാൻ പറ്റാത്ത സംഭവം അത് AJP ചെയ്യോ? അത് നമ്മുടെ കൂട്ടുകാരത്തെ നിയമ പറഞ്ഞ് റെക്കോർഡ് ചെയ്തുകൊണ്ട് ചെയ്യണ്ട. നിയമയുടെ ഇത് ചതിയാ. ഇല്ല, പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ആറാട്ടണ്ണൻ ഫീൽഡിലേക്ക് തിരിച്ചു വന്നു, AJP ഫീൽഡ് ഔട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അത് മാത്രമല്ല, കലാപരമായ ഒരു കഴിവുകളോ ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ ഒന്നും അറിയില്ല AJP-ക്ക് എന്നുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഭയങ്കര മോശമാണ്. ക്രിക്കറ്റ് അല്ല എൻ്റെ മേഖല. എൻ്റെ മേഖല ഷോർട്ട് ഫിലിംസും അത്യാവശ്യം സിനിമകളും സീരിയലൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് ഇഷ്ടപ്പെടുക. അതെ, അതൊക്കെ ആറാട്ടണ്ണനും കൂടിയാണോ പറഞ്ഞു വരുത്തുന്നത്? ഒരു കഴിവില്ല എന്നുള്ളത് ആറാട്ടണ്ണനാണോ പറഞ്ഞു വരുത്തുന്നത്? ആറാട്ടന്റെ കഴിവുണ്ടെങ്കിലല്ലേ മുമ്പിലെ മോഹൻലാലിന്റെ എനിക്കറിയാൻ പാടില്ലെന്ന് അറിയാൻ പാടില്ലെന്ന് അറിയാൻ പറ്റും. ഞാൻ ചെയ്യട്ടെ, AJP-നെ നിരന്തരമായിട്ട് ആറാട്ടണ്ണൻ ജഡ്ജ് ചെയ്യുന്നുണ്ട്. ആറാട്ടണ്ണനെ എങ്ങനെയാണ് AJP നോക്കിക്കാണുന്നത്? പുള്ളിയുടെ കഴിവുകളെ കുറിച്ച്, പുള്ളിനെ കുറിച്ച് എങ്ങനെയാണ് AJP-യുടെ അഭിപ്രായം? പുള്ളിക്ക് അത്യാവശ്യം സംസാരിക്കാൻ അറിയാം, റിവ്യൂ പറയാൻ അറിയാം, പക്ഷെ അഭിനയിക്കാൻ മുഖത്ത് എക്സ്പ്രഷൻ വരും. അഭിനയിക്കാൻ അറിയുന്ന ഈ പുള്ളിക്ക് മാത്രമേ ഉള്ളൂ. മുഖത്ത് എക്സ്പ്രഷൻ വരും. എനിക്ക് രംഗം കൊടുത്താണ്ടല്ലോ കരഞ്ഞ് അഭിനയിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ കരഞ്ഞു പോയി പുള്ളിയുടെ അഭിനയം കണ്ടിട്ട്. അതുപോലെ അഭിനയിക്കാൻ പറ്റുന്ന ആൾ ഇദ്ദേഹം മാത്രമേ. പിന്നെ ഒരു ചതി ചെയ്തു പോയി, ചാന്തുപൊട്ട് ഞാൻ ചെയ്യായിരുന്നു, പക്ഷെ അത് തട്ടിയിടും. ചാറാട്ടനെ അഭിനയിക്കാൻ അറിയില്ല. ഒരു കാര്യം ചാന്തുപൊട്ടിൽ മറ്റേ ചാന്തുപൊട്ടിൽ ലാലിന്റെ റോളില്ലേ, ലാലിന്റെ റോൾ അട്ടയം ചെയ്യും, പിന്നെ ദിലീപിന്റെ റോള് AJP ചെയ്യും. ലാലിന്റെ റോള്, അതായത് ഇങ്ങനെ മോനൊരു പെണ്ണാണെന്ന് തിരിച്ചറിയുന്ന ഒരു രംഗമുണ്ടല്ലോ, പെണ്ണിന്റെ ഒരു സ്വഭാവമുള്ളവരാണ് മോനെ തിരിച്ചറിയുന്ന ഒരു രംഗത്തിൽ ലാലിന്റെ എക്സ്പ്രഷൻ ഉണ്ട്, ഭയങ്കര സംഭവം. എന്നിട്ട് നാണം കുണിയൊക്കെ നിന്ന് ദിലീപിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അത് രണ്ടുപേരും കൂടെ അഭിനയിക്കുമോ? അത് ചങ്ക് പൊട്ടുന്ന രംഗമാണത്. ഒരു കടപ്പുറത്തിന്റെ പശ്ചാത്തലത്തിൽ അഭിനയിക്കണം. നാദക്കാട് പടം കണ്ടോ? സ്റ്റോറി പെരേരയുടെ ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അവന്റെ അനുഭവം പോലുള്ളൊരു ചെറിയ ചാനലാണ് പെരേര തോന്നുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ നാദക്കാട് ചുമ്മാ ചോദിച്ചു, പെരേരയുടെ പോലെ ജീവിതകഥയാണോന്ന് ചോദിച്ചപ്പോ ഒരു ചിരി. അപ്പൊ AJP ആ റോള് ചെയ്യോ ചാന്തുപൊട്ടിന്റെ? ഞാൻ പറഞ്ഞ സമയം വേണോ? ഒരു മാസം ഉറപ്പല്ലേ? ചെയ്യുമല്ലേ? 100% ഉറപ്പല്ലേ? പ്രേക്ഷകരോട് പറയുന്നത് മീശ പഠിക്കണം. നിങ്ങൾ ലാലിന്റെ റോൾ ചെയ്യണം. താടി വളരെ മീശ പഠിക്കില്ല. ദിലീപേണ്ട മീശ ഉണ്ടല്ലോ.